ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തമ്പുരാൻ്റെ വലിയ കരുണയാൽ എന്നെ കേൾക്കുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ഈ നമ്മുടെ ലോകത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായ മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ മരണപ്പെട്ടവരെ ഓർത്ത് അവർക്ക് വേണ്ടി കണ്ടോലൻസ് അറിയിക്കുന്നു. അതുപോലെ തന്നെ അനേകർ മുറിവേറ്റവരും അങ്ങനെ ആയിരിക്കുന്നു. ആശുപത്രികളിലായും ഒക്കെ ക്യാമ്പുകളിലൊക്കെ ആയി കഴിയുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മരണപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾക്ക് ദൈവം ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വചനം പറയുന്നത്, ഞാൻ ജീവിച്ചിരുന്ന നാളെ അല്ലെങ്കിൽ ഇതിനെ ചെയ്യുമെന്ന് നമ്മൾ സ്വയം പറയരുത്. ദൈവത്തിന് ഇഷ്ടമെങ്കിൽ, ദൈവം അനുവദിച്ചാൽ ഞാനിത് ചെയ്യും എന്ന് പറയുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആരുടെയും കുറ്റമല്ല. പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നത് നമുക്കറിയാം. അന്ത്യകാലത്ത് അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഈ രാജ്യത്തെ ദൈവം സുരക്ഷിതമായി സൂക്ഷിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. കഷ്ടപ്പെടുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം വേണ്ട സഹായവും എല്ലാം തക്ക സമയത്ത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നേതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാം സഹിക്കുവാനും അതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള കൃപയും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിനായി ഒരു വചനം വായിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അതായത് സംഖ്യാപുസ്തകം, അതായത് നമ്പേഴ്സ് ചാപ്റ്റർ 6 വേഴ്സസ് 25. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. ഇത് നമ്മൾ ഒരു ബ്ലെസ്സിങ് ആയിട്ട്, അതായത് മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ചെയ്യുന്ന ഒരു വേഴ്സസായിട്ട് ആണ് ഇതിനെ കാണുന്നത്. അതായത് അവിടെ നമുക്കറിയാം, ദൈവം മറ്റുള്ളവരുടെ മേൽ അവൻ്റെ തിരുമുഖം പ്രകാശിപ്പിച്ച് അവർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് ദൈവം തരട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്കറിയാം, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ സകല കഷ്ടത്തിൽ നിന്ന് അവനെ നീക്കിയിട്ട് അവന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായി അവനെ അനുഗ്രഹിച്ചുവെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് അതൊരു ശീലമായി തീരണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ സംഭവം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ഈദായിരുന്നല്ലോ. അപ്പം ഞാൻ ഇന്നലെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് വരെ പോകേണ്ടി വന്നു. ഓൺ ദ വേ വന്നിട്ട് ഒരു മോസ്ക് ഉണ്ട്. അപ്പോഴതിന് മുൻപ് കൂടെ നടന്നു പോകുമ്പോൾ പലരും കുടുംബങ്ങളായിട്ട് കാണുവാനിടയായി. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അകത്ത് മോസ്കിൻ്റെ ഉള്ളിൽ ഏതാനും ചില ആൾക്കാരുണ്ട്. എന്നാൽ വെളിയിൽ മോസ്കിൻ്റെ വളരെ ഫ്രണ്ടിലല്ല സൈഡിലായിട്ട് ഒരു ഫുട്പാത്തിൽ ഒരു കല്ലിൻ്റെ മേൽ കുനിഞ്ഞ് അവിടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് തലയിൽ സാരിയുടെ അറ്റയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയെ കാണുവാനായിട്ട് ഇടയായി. അവരുടെ കയ്യിലുള്ള ഏതാനും ചില ബാഗ്